അസ്സലാമു അലൈക്കും. നമ്മുടെ വീട്ടിൽ ബർക്കത്തില്ല, ഐശ്വര്യമില്ല, കിട്ടുന്ന പൈസ ഒന്നിനും തികയുന്നില്ല, കടം വീടാൻ മാത്രമേ പൈസ തികയുന്നുള്ളൂ. നമ്മുടെ മനസ്സിൽ എന്ത് ഉദ്ദേശമാണോ ഉള്ളത് അതിനെ നമ്മൾ നിയത്താക്കണം. നമ്മുടെ മനസ്സിൽ നമുക്കൊരു വിശ്വാസം വേണം. ഇത് നിയത്താക്കി ദുആ ചെയ്ത അല്ലാഹ് എൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി തരുമെന്നുള്ള ഒരു വിശ്വാസം വേണം. ആ വിശ്വാസം നമ്മൾ ഒരിക്കലും കൈവിടാൻ പാടില്ല. നമ്മുടെ മനസ്സിലെ എത്ര വലിയ ആഗ്രഹങ്ങളുമായിക്കോട്ടെ, ഈ ഒരു ഇസ്മ കൊണ്ട് അത് സാധിച്ചു കിട്ടും ഇൻഷാ അല്ലാഹ്. ഈ ഇസ്മിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട്. സകലരെയും വശപ്പെടുത്തുവാൻ 7000 പ്രാവശ്യം 40 ദിവസം ഓതണം. എത്ര വലിയ ആഗ്രഹവുമായിരുന്നാലും എത്ര വലിയ കടങ്ങളായിരുന്നാലും ഈ ഇസ്മ കൊണ്ട് അത് സാധിച്ചു കിട്ടും. ഈ ഇസ്മിനെ 390 പ്രാവശ്യം ഓതണം. അതിനുശേഷം ഓരോ പ്രാവശ്യം ഓതുന്നതിന് മുമ്പും ശേഷവും നബിയുടെ പേരിൽ സ്വലാത്ത് ഓതിയിരിക്കണം. 390 390 390 ഇങ്ങനെ ഓതിയാൽ എത്ര വലിയ കടമായിരുന്നാലും കടത്തിൽ നിന്നും മോചനം ലഭിക്കും. അതുപോലെ തന്നെ ജയിൽവാസിക്ക് മോചനം ലഭിക്കും. എല്ലാറ്റിനും ഉത്തമമാണ്. നിത്യവും ശുദ്ധ മനസ്സിൽ ഓതിയാൽ പല അത്ഭുതങ്ങളും കാണാം. വർഷങ്ങളായി മക്കളില്ലാതിരുന്നാൽ മക്കൾ ലഭിക്കും. വിവാഹം മുടങ്ങി പോയവരുടെ വിവാഹം നടന്നു കിട്ടും. ഈ ഇസ്മ ഓതിയാൽ എത്രമാത്രം ആഗ്രഹങ്ങളും നമുക്ക് നടന്നു കിട്ടും അല്ലേ? എല്ലാവരും ഉറപ്പായിട്ട് ഓതി നോക്കണം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഇസ്മും കൂടിയാണിത്. എൻ്റെ ഏതെങ്കിലും ആഗ്രഹം സാധിക്കാതിരുന്നാൽ ഞാൻ ഈ ഇസ്മ ചൊല്ലും. ഈ ഇസ്മ ചൊല്ലിയ ശേഷം എൻ്റെ ആഗ്രഹം ഉറപ്പായിട്ടും എനിക്ക് നടന്നു കിട്ടാറുണ്ട്. ഇനി ഏതാണ് ആ ഇസ്മെന്നറിയണ്ടേ? യാ റഹീമു കുല്ലി സെരിഹിൻ വ മക്രൂബിൻ വ കിയാസഹു വമാ ആദഹു. വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റുന്ന ഒരു ഇസ്മാണിത്. അപ്പോൾ എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു നടത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.